വളരെ കുറച്ച് സാധനങ്ങൾ അവില്, പാല്, തേങ്ങ, നെയ്യ്, ശർക്കര, കശുവണ്ടി ഇത്രയും കാര്യങ്ങൾ തന്നെ എടുക്കുന്നുള്ളൂ. ആദ്യം തന്നെ പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അവിലെടുക്കുകയാണ്. ഞാൻ വെള്ള അവിലാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ബ്രൗൺ അവിലോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ സാധാരണ അവിലാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുക്കാം, നോ പ്രോബ്ലം. ഏത് അവിലായാലും കുഴപ്പമില്ല. അവിൽ നന്നായിട്ട് മൂക്കണം. മൂക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറാക്കിയോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വെള്ളമോ നെയ്യോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ പാനിലിട്ടൊന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിയുന്നൊരു പരുവുണ്ട്. ആ പൊടിയുന്നൊരു പരുവ് എത്തുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കി മാറ്റി എന്താ പറയുക ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. സോ അതൊന്ന് നോക്കേണ്ട പരുവെന്ന് വെച്ചാൽ നമുക്കൊന്ന് കയ്യിലെടുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവും. ഇങ്ങനെ അത്ര ക്രിസ്പി ഒരു രൂപത്തിൽ വരുന്ന രീതി അത്രയും മതി. ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് അവിൽ ചൂടാക്കി എടുക്കണം. അവിൽ നല്ല ക്രിസ്പി ആക്കി ഉണ്ടോ പൊട്ടിപ്പോകുന്ന രീതി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ആറാൻ വേണ്ടിയിട്ട് ഇതേ സെയിം പാനിൽ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കശുവണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഞാനെന്താ ചെയ്യുക ഇച്ചിരി നെയ്യിൽ ആ കശുവണ്ടി ഒന്ന് മൂപ്പിച്ചിട്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ അങ്ങനെ തന്നെ ഇടുന്നതിലും പകരം കശുവണ്ടി ഞാനൊന്ന് മൂപ്പിച്ചൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ടാണ്. അപ്പോൾ പൊടിക്കല്ല ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇടുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ രീതിയിൽ കശുവണ്ടി നന്നായിട്ട് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ ബ്രൗൺ കളറാക്കുക, കരിച്ച് പായസത്തിലിട്ടുന്ന പോലെ ആക്കണ്ട. ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ച് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ അതേ വലിയ നെയ്യൊന്നും അതിന് യൂസ് ചെയ്തിട്ടില്ല. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കണം. ഞാൻ കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. സോ അത് ഇത്തിരി വെള്ളം ഒഴിച്ച് ശർക്കര പൊടിച്ചിട്ട് അത് നന്നായിട്ട് ഉരുക്കി എടുക്കുക. ഉരുക്കി അരിച്ച് മാറ്റി വെക്കണം ആദ്യം തന്നെ. അപ്പോൾ ഈ ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിൽ ചൂടാറിയിട്ടുണ്ട്. സോ അവിൽ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. കണ്ടോ അങ്ങനെ തന്നെ ഇടുക, മിക്സിയിലിടുക. ഒരു 2 റിങ് കടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോഴേക്കും അവിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് പൊടിച്ച് കിട്ടും. സോ കണ്ടോ അവിൽ പൊടി ഇതിലൊട്ടും തരി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് നമ്മുടെ മൈദ പോലെ നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. സോ തേങ്ങാപ്പാലിനകത്തേക്ക് കുറേശ്ശെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ഞാൻ അടപ്പത്തൊന്നും ഇട്ടല്ല ചെയ്യണേ. അല്ലാണ്ട് നിങ്ങൾക്ക് അടപ്പത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇങ്ങനെ ഇത് കുറുക്ക് രൂപത്തിലേക്ക് ആ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ചേർക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങ് കുറുക്ക് പരുവ ആവില്ല. കണ്ടോ അത് കട്ടയായിട്ടിരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കും. കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ലിക്വിഡ് പരുവം പോലെ ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. സോ കുറേശ്ശെ ഒഴിച്ച് പാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കുറുക്ക് രൂപത്തിൽ തന്നെ വയ്ക്കുക. ഇത് അവിൽ ഞാൻ ഓൾറെഡി എന്താ പറയുക വേവിച്ചിട്ടാണല്ലോ ചെയ്തത്, അതുകൊണ്ടാട്ടോ. നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ശർക്കരപ്പാനി ആദ്യം എന്താ പറയുക വല്ല അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, കല്ലും മണ്ണൊക്കെ ഉണ്ടാവും ശർക്കരയല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് ഇതാക്കിയിട്ട് ശർക്കര നമ്മൾ അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ശർക്കര പാനി റെഡി. ഇനി ഈ പാത്രത്തിലാണ് നമ്മൾ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവിലും പാലും തേങ്ങാപ്പാലും കൂടെ. കണ്ടോ ഇതാണ് പരുവം, ഈ രീതിയിലുള്ളത്. ഇനി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടെ പാലൊഴിച്ച് കൊടുക്കാം. കണ്ടോ ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ആ വെള്ളം രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതെന്തായാലും നമ്മൾ വറ്റിക്കും, ഓക്കെ. പക്ഷേ ആ ഒരു വേവും ആ ഒരു ഇതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് നന്നായിട്ട് ഇതാക്കണം. ഇതൊന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം, ഓക്കെ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് നെയ്യിട്ടിട്ടാണ് ഈ അലുവ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ പരുവത്തിന് ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ കൂടുതലാണ്, ഞാൻ ഉപയോഗിച്ച പാല് കൂടുതലായിരുന്നു. തേങ്ങാപ്പാൽ 2.5 കപ്പേ ഞാൻ എടുത്തോളൂ. അതിന് പകരം കംപ്ലീറ്റ്ലി തേങ്ങാപ്പാലിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യുടെ അളവ് കുറച്ച് മതി. കാരണം തേങ്ങാപ്പാലിൽ നിന്ന് നെയ്യ് വരും. അതുകൊണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റേ ശർക്കര പാനി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ പയ്യെ കുറേശ്ശെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്ക് നിർത്തരുത് കേട്ടോ, അലുവയിൽ ഇളക്ക് ഭയങ്കര പ്രധാനമാണ്. സോ നന്നായിട്ടൊന്ന് കുറുകി കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുവിധം ആ ഒരു എന്താ പറയുക ഒരു നല്ല കുറുക്ക് പരുവായി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പം എൻ്റെ പാനെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇനി ഒരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലും കാലിലൊക്കെ വീണ് അത് ഇത്രയും പ്രശ്നമുള്ള ഇതായതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇതൊന്ന് ചെറുതായിട്ട് കുറുകി കഴിഞ്ഞപ്പോൾ ഞാനൊരു
വട്ടപാത്രം ഇത്തിരി കൂടുതലുള്ള വട്ടപാത്രത്തിലേക്ക് മാറ്റി. കാരണം ക്വാണ്ടിറ്റി ഇത്തിരിയും കൂടെ എക്സ്പാൻഡ് ആയ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു വട്ടപാത്രം എടുത്തിട്ടാണ് ഇത് അലുവ പരുവത്തിലേക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് കുറുകി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പാത്രം മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കശുവണ്ടിയും അതേപോലെ തന്നെ നെയ്യും, ഓക്കെ, നെയ്യും കശുവണ്ടി ഇട്ട് കൊടുക്കാം. നെയ്യും കശുവണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ, ഇതൊന്ന് കുറുകി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കളർ വ്യത്യാസം വന്നോ കണ്ടോ. ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വേറെ ഒന്നുമില്ല, ഏലക്ക പൊടിച്ചത്, കശുവണ്ടി, അതേപോലെ നെയ്യ്, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ പാത്രത്തിൽ നോക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനത് ചെയ്തത്. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നല്ലത്. നോൺ സ്റ്റിക്ക് എനിക്ക് ഇത്ര വലിയൊരു പാത്രം ഇല്ല, അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നന്നായിട്ട് ഇളക്കി. ഇതൊരു 1.5 മണിക്കൂർ പരിപാടിയുണ്ട്, സിമ്പിൾ കളിയല്ല അലുവ. കണ്ടോ, ഇതിങ്ങനെ ഒറ്റ ഉണ്ട പോലെ ഉരുണ്ട് വന്നിട്ട് ആ നെയ്യ് നമ്മൾ ഇട്ട് കൊടുത്തേക്കണം, നെയ്യ് മുഴുവൻ ഊറും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നെയ്യ് ഊറുന്നുണ്ടോ. ആ നെയ്യ് ഊറി ഒരൊറ്റ ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് മാറ്റി ആ പാത്രവും നന്നായിട്ടൊന്ന് മൂടിയിട്ട് നെയ്യ് ഊറാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനകത്തൊന്നും കുറച്ച് നെയ്യ് ഊറിപ്പോവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളെന്നൊന്നും ഞാൻ പറയില്ല, കുറച്ച് കഷ്ടപ്പെടാൻ ഇതാവുകയാണ്. നല്ല രുചികരമായിട്ടുള്ള അലുവ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അവിൽ ഹൽവ റെഡി.